മോഡലുണ്ടാക്കി. ആ മോഡലിന്റെ പ്രത്യേകത എന്താണ്? കേരളമാകെ ചർച്ച ചെയ്ത ആ മോഡലിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പരിശ്രമിച്ചത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കുടുംബത്തിൽ നിന്ന് IAS ഉൾപ്പെടെയുള്ള കുട്ടികളെ ഉണ്ടാക്കണം എന്നതായിരുന്നു നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും വലിയ പ്രധാനമായ ഗിഫ്റ്റ് എന്ന് നമ്മൾ നാട്. അപ്പൊ നമ്മൾ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനം നമ്മളുടെ മുന്നണിയും പാർട്ടിയും ജയിക്കണമോ അതല്ല CPM വീണ്ടും വരണമോ എന്നതാണ്. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് നമ്മുടെ അമ്മിനിക്കാട് പോലെ പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ള ഒരു സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന 5 വർഷക്കാലമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ 5 വർഷം നമ്മൾ നേരിട്ടത് അവഗണനയുടെ കാലമാണ് അല്ല ചെയ്തത്. നമുക്ക് പ്രതിപക്ഷത്തോട് ഇത്രയേറെ വിവേചനം കാണിച്ച എല്ലാരും പറഞ്ഞേക്കണം. എന്നിട്ട് ഇതിപ്പോ നടക്കുന്നത് എന്താണ്? കല്യാണം വിളിയാണ്. കല്യാണം എന്നാണ് 9-ാം തീയതി. കല്യാണത്തിന് എല്ലാരും സദ്യ കഴിക്കാൻ ബിരിയാണി. ഓക്കേട്ടാ, ഇങ്ങോട്ട് 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 എല്ലാരും കൂടുന്നുണ്ടോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, റെഡി റെഡി, എല്ലാവരും റെഡി. ഓക്കെ, പ്രിയപ്പെട്ട നജീബ് സാഹിബ് പ്രവർത്തിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മുടെ നാടിന്റെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചു കൊടുത്ത മഹാനായ ഒരു ജനപ്രതിനിധിയായി പെരിന്തൽമണ്ണയിൽ വളർന്നു വരികയാണ്. തങ്ങളുടെ ആശീർവാദത്തോടുകൂടി UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് നിങ്ങൾക്കറിയില്ലേ? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടിച്ച മക്കളെ ചേർത്ത് വിളിച്ച് LSS-ന് പ്രാക്ടീസ് നൽകി. 7-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകി. അങ്ങനെ മത്സര പരീക്ഷകൾക്ക് മുഴുവൻ അദ്ദേഹം പരിശീലനം നൽകുകയും അതിനുവേണ്ടി അദ്ദേഹം പ്രത്യേകം ക്രിയാപദ്ധതി രൂപീകരിക്കുകയും 100 വിദ്യാർത്ഥികളെ ഈ മണ്ഡലത്തിൽ നിന്ന് സൗജന്യമായി IAS കോച്ചിങ് നൽകിക്കൊണ്ട് വ്യത്യസ്ത മേഖലകളിലേക്ക് അവരെ ചിറക് വെച്ച് പറപ്പിച്ചു വിട്ടു. നിങ്ങൾക്കറിയുമോ, ഇപ്പോൾ 78 കുട്ടികൾ തിളങ്ങി നിൽക്കുമ്പോ ഈ പെരിന്തൽമണ്ണയുടെ പെരുമ അത് ഉയരുകയാണ്. പെരിന്തൽമണ്ണയുടെ സംസ്കാരം മാറി. പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ സംസ്കാരം മാത്രമല്ല, നജീബ് സാഹിബ് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ തുടങ്ങുമെന്നാണ് നജീബ് സാഹിബിന്റെ 1-ാമത്തെ പ്രഖ്യാപനം. 2-ാമത്തെ പ്രഖ്യാപനമായിട്ട് നജീബ് സാഹിബ് പറയുന്നു, ഞങ്ങളുടെ ഈ 2-ാമത്തെ പ്രഖ്യാപനമായിട്ട് പെരിന്തൽമണ്ണയിൽ IT പാർക്ക് തുടങ്ങുമെന്നാണ് നജീബ് സാഹിബ് 2-ാമതായിട്ട് പ്രഖ്യാപിക്കുന്നത്. പുറം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്ന പല ആളുകൾക്കും പെരിന്തൽമണ്ണയിൽ വർക്ക് അറ്റ് ഹോം പോലെ പെരിന്തൽമണ്ണയിൽ കൃത്യമായി ജോലി ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു IT പാർക്ക് കൊടുത്തോളം ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനമാണ് നജീബ് സാഹിബ് നടത്തുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം കോടി ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി നജീബ് സാഹിബിനെ തെരഞ്ഞെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ചതിന് നിങ്ങൾക്ക് നന്ദി. ജയ് UDF. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട നജീബ് സാഹിബ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹരിതയുടെ ആവേശമായിട്ടുള്ള മിർഫ 2 വാക്ക് നജീബ് സാഹിബിനെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തും. എല്ലാവരും പരിപാടിക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളോട് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ 9-ാം തീയതി പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്, ഇലക്ഷനാണ്. എല്ലാവരും മറ്റു പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് വോട്ട് ചെയ്യാൻ വരിക.
നമ്മൾ നെജിക്കാരെ വിജയിപ്പിക്കുക. നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് നമ്മൾ നെജിക്ക. വല്ലവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഒരുപോലെ സ്നേഹിക്കണമെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ കാണുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഇതുവരെ ഈ ഒരു 5 വർഷം കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത്, അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നെജിക്കാൻ്റെ അത്ര ഉറപ്പ് പറയുന്നത്. നമ്മൾ എഡ്യൂക്കേഷനിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അത്രയും ഡെവലപ്മെൻറ്റ് കൊടുക്കുന്ന ഒരാളാണ്. ഇൻഷാല്ലാ അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാം. നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെ ക്യാമ്പയിനേഴ്സ് ഓരോരുത്തരും ഇങ്ങനെ പുതിയ തലമുറയിലെ ജെൻസി കുട്ടികൾ നമ്മളുടെ ഒരു പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അഭിമാനം. ഞാൻ 5 കൊല്ലം അധ്വാനിച്ചതൊന്നും വെറുതെ ആയില്ലല്ലോ എന്നെനിക്ക് അഭിമാനപൂർവ്വം തോന്നുന്നത് നിർഭയ പോലെയുള്ള കുട്ടികളെ കാണുമ്പോഴാണ്. അമ്മിനിക്കാട് പ്രദേശം നമുക്ക് ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം വളരെ ദീർഘകാലമായിട്ട് സൂഫിയാക്കാൻ്റെ കുട്ടിക്കാടിലൂടെ നമ്മളെ പഴയ തലമുറയിലെ ഒരുപാട് ആളുകളിലെ അദ്ദേഹം പറഞ്ഞത് ആ തലമുറയിൽ തൊട്ട് മിർഫ വരെ നീളുന്ന ഒരു വലിയ കണ്ണികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ നാടിൻ്റെ പേരാണ് അമ്മിനിക്കാട് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ എപ്പോഴും പറയും, അമ്മിനിക്കാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു പെൺകുട്ടിയാണ് IIM ക്രാക്ക് ചെയ്ത് IIM കോഴ്സ് പൂർത്തിയാക്കി നമ്മൾ അവാർഡ് കൊടുത്തത് കൊടികുത്തിമലയിൽ വെച്ചിട്ട് അല്ലേ. ഇതൊക്കെ ഒരു മോഡലാണ്. ഇർഫ IASകാരെയും നമുക്ക് അമ്മിനിക്കാട്ടിൽ കൊണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഈ 5 ദിവസം ഈ 4 ദിവസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മിനിക്കാട് പുണ്യവാർക്കാണ്. മേക്കരയിലേക്ക് മരിച്ച വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിനുശേഷം വടക്കേക്കരയുണ്ട്. വടക്കേക്കര കഴിഞ്ഞാൽ പുണ്യംപാറ, അത് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിൻ്റെ പരിസരത്ത് കേക്കരശ്ശേരി വീട്. MLA ആണ്, ബഹുമാന്യനായ ഒരു MLA. അദ്ദേഹത്തെ കാണുമ്പോഴേക്കും കുട്ടികൾ സിന്ദാബാദ് വിളിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഒരു MLA-യോ ഒരു MP-യോ വളരെ ദൂരത്ത് നിന്ന് നോക്കി കാണുകയായിരുന്നു. വലിയൊരു സംഭവമാണ് എന്നുള്ള രൂപത്തിലായിരുന്നു. പക്ഷേ ഇന്ന് ഈ ജനകീയനായ MLA വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു MLA ആയി മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് തന്നെ കാന്തപുരം, നജീബ് കാന്തപുരം എന്നാണ്. ഈ ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഇരുവും തമ്മിലുള്ള ആ ഒരു ബന്ധം അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനകൾ നിസ്തുലമാണ്. അതൊക്കെ എണ്ണി ഇവിടെ പറയും. മറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം തന്നെ മാറ്റിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ രാജ്യത്തുള്ള കാര്യങ്ങളിൽ മറ്റുള്ള MLA-മാർ പോലും തയ്യാറാവാത്ത വിധം, അല്ലെങ്കിൽ അവരൊന്നും കാണാത്ത വഴികൾ വെട്ടിത്തെളിയിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തില് അദ്ദേഹം ഒരു പുതുയുഗ പിറവിക്ക് ജന്മം കൊടുത്തു എന്നാണ്. ഓഫീസാണെങ്കിലും വില്ലേജ് ഓഫീസാണെങ്കിലും ഒക്കെ ഇതാണ് സ്ഥിതി. പക്ഷേ നമ്മൾ പറഞ്ഞയക്കുന്ന നമ്മളുടെ സൗകര്യത്തിൽ പഠിച്ചു വന്ന ഒരാൾ നമ്മളുടെ സ്ഥാപനങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ നൂലാമാലകളൊക്കെ വളരെ എളുപ്പത്തിൽ നീക്കം ചെയ്ത് നമുക്ക് ആയാസകരമായ രൂപത്തിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. ഇങ്ങനെ ഒരു പുതിയ സംസ്കാരം ബഹുമാന്യനായ നജീബ് സാഹിബ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാനുള്ള ശ്രമം. ആരാണ് ആക്രമിക്കുന്നത് മനസ്സിലാക്കണം. ഇരട്ട ചങ്കൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സാഹിബിനെ ഇത്രയധികം ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി ആക്ഷേപം ചെരിഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ UDF-ന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ അണികള് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തൽ നിന്ന് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നമ്മളുടെ പ്രതിനിധിയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഈ പ്രദേശ
പഞ്ചായത്തിലുള്ള ഈ പ്രദേശത്തെ ഉമ്മ പെങ്ങന്മാർ, സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ചുരുക്കി സംസാരിക്കുക. ഒന്നാമതായി നമുക്കറിയാം, എളാപ്പയെ വല്ലുപ്പയൊക്കെ കിരാതമായി, സ്വന്തം കൂടപ്പിറപ്പുകളെ കിരാതമായി കൊല ചെയ്ത, നിഷ്ഠൂരമായി കൊലപാതകം ചെയ്ത വാർത്ത ഞാനും നിങ്ങളും ഞെട്ടലുണ്ട്. തെലങ്കാനയിൽ, കർണാടകയിൽ ഈ പദ്ധതി വിജയിച്ച് നടപ്പിലാക്കിയ അത്തരത്തിൽ ജനോപകാരപ്രദമായ രൂപത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി സർവീസ് ബസ്സിൽ സൗജന്യമായി ബസ് യാത്ര പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് മാസാന്തം 1000 രൂപ ധനസഹായം നൽകുന്ന രൂപത്തിലുള്ള പ്രക്രിയയുമായിട്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മാനിഫെസ്റ്റോ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അയാൾക്ക് താങ്ങാവുന്ന നിലപ്പുറമുള്ള ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് മാറാരോഗങ്ങൾ കൊണ്ട്, വൃക്കരോഗങ്ങൾ കൊണ്ട്, ക്യാൻസർ രോഗങ്ങൾ കൊണ്ട്, മജ്ജ മാറ്റിവെക്കൽ കൊണ്ട്, കരൾ മാറ്റിവെക്കൽ കൊണ്ട് 25 ലക്ഷം രൂപയും 50 ലക്ഷം രൂപയും 1 കോടിയിൽ പരം രൂപ ചെലവഴിക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അവർക്കൊരു താങ്ങും തണലുമായി, അവർക്കൊരു പ്രതീക്ഷയുടെ പൊൻകിരണമായി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ സ്കീമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട കേരളത്തിലുള്ള പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രതിപാദിക്കുന്ന 3ാമത്തെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. നമുക്കറിയാം, അടുത്തത് പുതിയ തലമുറയാണ്. ഈ നാട്ടിൽ എല്ലാവരും വിദ്യാസമ്പന്നരാണ്, എല്ലാവരും ഹൈ ക്വാളിഫൈഡ് ആണ്. പക്ഷേ അവർക്ക് കൃത്യമായ രൂപത്തിൽ ഐഡിയകളുമുണ്ട്. പക്ഷേ കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ, പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അവരുടെ പ്രധാനപ്പെട്ട തടസ്സം അവരുടെ പ്രധാനപ്പെട്ട മൂലധനമാണ്. അതായത് ഏത് ബിസിനസ് തുടങ്ങണമെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷി വേണം. അത്തരത്തിൽ പുതിയ തലമുറകൾക്ക് അവർക്ക് പ്രതീക്ഷ നൽകുന്ന